പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ പ്രൊജക്റ്റൈൽ മോഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് പഠിക്കുവാനായിട്ടുള്ളത്. പ്രൊജക്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ എനി ഒബ്ജക്റ്റ് പ്രൊജക്റ്റഡ് ഇൻ ടു എയർ ഓർ സ്പേസ് വിച്ച് ഈസ് മൂവിങ് അണ്ടർ ദി എഫക്റ്റ് ഓഫ് ഗ്രാവിറ്റി എലോൺ ഈസ് കോൾഡ് എ പ്രൊജക്റ്റൈൽ. എനി ഒബ്ജക്റ്റ് പ്രൊജക്റ്റഡ് ഇൻ ടു എയർ ഓർ സ്പേസ് which is moving under the effect of gravity alone is called a projectile. എയറിലേക്ക് എറിയപ്പെട്ട അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, അതിനെ നമുക്ക് പ്രൊജക്റ്റൈൽ എന്ന് വിളിക്കാം. പിന്നീട് അത് മൂവ് ചെയ്യുന്നത് ഗ്രാവിറ്റിക്ക് മാത്രം വിധേയമായിട്ടാണ്. നമ്മളൊരു കല്ലെടുത്ത് എറിയുന്നു, പിള്ളേർ ചുമ്മാ കല്ല് പെറുക്കി എറിയും, അതൊരു പ്രൊജക്റ്റൈലാണ്. അതിന് അപ്പോൾ കൊടുത്ത ഇനിഷ്യൽ വെലോസിറ്റി, ആ വെലോസിറ്റിയിൽ മാത്രമായിട്ട് അത് മൂവ് ചെയ്യുകയാണ്. ഒരിക്കലും അത് എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിന്മേൽ വെലോസിറ്റി കൊടുക്കാൻ നമുക്ക് അവകാശമില്ല. എറിഞ്ഞ കല്ല് എന്ന് പറയുന്നത് തിരിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ കാരണവന്മാർ പറയാറുണ്ട്, പറഞ്ഞ വാക്കും എറിഞ്ഞ കല്ലും തിരിച്ചെടുക്കാൻ പറ്റില്ലെന്ന്. അപ്പോൾ എറിഞ്ഞു വിട്ട കല്ലിന് നമ്മൾ അപ്പോൾ കൊടുത്ത വെലോസിറ്റി, ആ വെലോസിറ്റി മാത്രമാണ് അതിനെ ഗവേൺ ചെയ്യുന്നത്. ആ ഇനിഷ്യൽ വെലോസിറ്റിയിൽ പിന്നീട് അത് മൂവ് ചെയ്യുന്നത് ഗ്രാവിറ്റിക്ക് വിധേയമായി, ഭൂമിയുടെ ആക്സിലറേഷന് വിധേയമായിട്ട് ഒരു പ്രത്യേക ഷേപ്പിലായി അതിൻ്റെ പാത രൂപപ്പെടുകയാണ് ചെയ്യുക. നമ്മൾ എടുത്തെറിയുന്ന ഒരു കല്ല്, മാവനിട്ടെറിയുന്ന എയർ, ഓസിൻ്റെ അകത്തോടെ വെള്ളം ചീറ്റിക്കുന്നത്, വെള്ളം വീഴിക്കുന്നത്, ലോങ് ജമ്പ് ചാടുന്നത്, ജാവലിൻ ത്രോ എറിയുന്നത്, മിസൈൽസ് അയക്കുന്നത്, ഈവൻ തോക്ക് കൊണ്ട് വെടിവെക്കുന്നത് വരെ ഒരു പ്രൊജക്റ്റൈലാണ്. എല്ലാം പ്രൊജക്റ്റൈൽസാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, എറിഞ്ഞ കല്ല് പിന്നീട് മൂവ് ചെയ്യുന്നത് ഗ്രാവിറ്റിക്ക് മാത്രം വിധേയമായിട്ടാണ്. നമ്മൾ അതിൻ്റെ ഫിഗർ ഇവിടെ വരച്ചിട്ടുണ്ട്. ആ ഫിഗർ ഒന്ന് നോക്കാം. ഇത് ഒരു പ്രൊജക്റ്റൈലാണ്. നമ്മളെങ്ങനെ എറിഞ്ഞാലും ഇതിങ്ങനെ വന്നാണ് ഇത് വീഴുക. ഈ path of this projectile is parabolic in shape. Parabola. Parabolic shape. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പാത്ത് ഓഫ് ദി പ്രൊജക്റ്റൈൽ ഈസ് ഡാഷ് ഇൻ ഷേപ്പ് എന്നൊക്കെ പരീക്ഷയ്ക്ക് ഏപ്പാർട്ടൊക്കെ ആയിട്ട് ചോദിക്കും. പാരാബോളിക്, ഈ ഷേപ്പിനാണ് പാരാബോളിക് ഷേപ്പ് എന്ന് പറയുക. അല്ലെങ്കിൽ ഇതിന് പാരാബോള എന്ന് മാത്തമാറ്റിക്സ് പറയും. മാത്തമാറ്റിക്സിൽ പല ഓരോ സർക്കിൾ, മറ്റേ സ്ക്വയർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെയുള്ളൊരു ഷേപ്പാണ് പാരാബോള. അതുപോലെ തന്നെ ഹൈപ്പർബോളയുണ്ട്, പാരാബോളയുണ്ട്, ഓരോ ഷേപ്പുകളാണ്. അപ്പോൾ ഈ പാരാബോളിക് ഷേപ്പ്. അപ്പോൾ നമ്മൾ ഒരു കല്ലെടുത്ത് എറിഞ്ഞു, ആ കല്ല് പോയ വഴിയാണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. O എന്ന് പറയുന്ന ഒറിജിനിൽ നിന്ന് ഞാനൊരു പ്രൊജക്റ്റൈലിനെ വിട്ടു. എൻ്റെ ഇനിഷ്യൽ വെലോസിറ്റിയാണ് യു എന്ന് പറയുന്ന ഇനിഷ്യൽ വെലോസിറ്റിയിലാണ് ഞാൻ ഇതിനെ പ്രൊജക്റ്റ് ചെയ്തത്. ഞാൻ പ്രൊജക്റ്റ് ചെയ്ത ആംഗിൾ തീറ്റയാണ്. തീറ്റ ആംഗിളിലാണ് ഞാൻ ഇതിനെ പ്രൊജക്റ്റ് ചെയ്തത്. യു എന്ന വെലോസിറ്റി ഞാൻ കൊടുത്തു. ഇതാ ഇവിടെ ചെന്ന് എൻ്റെ ഓരോ സമയത്തും എൻ്റെ വെലോസിറ്റി കുറഞ്ഞു വരുക. നമുക്കറിയാം, വെലോസിറ്റി കുറഞ്ഞു വന്നു. പിന്നീട് ഇവിടെ വെച്ച് അത് മാക്സിമം ഹൈറ്റ്, മാക്സിമം പൊസിഷനിൽ വെർട്ടിക്കൽ ഹൈറ്റ് മാക്സിമം അത് അറ്റൈൻ ചെയ്തു. പിന്നീട് അത് താഴോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ പോയി ഇവിടെ ബിയിലെത്തുമ്പോൾ അത് സെയിം ഹൊറിസോണ്ടൽ ലെവലിൽ എത്തിച്ചേരും. ഒരേ ഹൊറിസോണ്ടൽ ലെവലിൽ, അതായത് അതേ ഡിസ്റ്റൻസ്, R ഡിസ്റ്റൻസിൽ എത്തിച്ചേർന്നു. അപ്പോൾ അത് സഞ്ചരിച്ച വെർട്ടിക്കൽ ഹൈറ്റ് 0 വെർട്ടിക്കലായിട്ടുള്ള ഹൈറ്റ് ഇതാ ഇവിടുന്ന് തുടങ്ങിയത് അത് ഇവിടെ തന്നെ വന്നു, ഇങ്ങനെ പോയിട്ട് ഇവിടെ തന്നെ വന്നു. അപ്പോൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 6, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 0 അത് സഞ്ചരിച്ചത് എന്ന് പറഞ്ഞാൽ. അത് വെർട്ടിക്കലായിട്ട് ഇതാ ഇവിടെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇത്രയും ഇവിടെ നിൽക്കുമായിരുന്നെങ്കിൽ ഇത്രയും വെർട്ടിക്കൽ ഹൈറ്റ് സഞ്ചരിച്ചെന്ന് പറയാം. അപ്പോൾ അത് വെർട്ടിക്കൽ ഹൈറ്റ് സഞ്ചരിച്ചിട്ടില്ല, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 6 കവർ ചെയ്തു. എത്രയാണ് സംഭവം. ഇവിടെ നമ്മൾ നോക്കേണ്ടത് യു എന്ന് പറയുന്ന ഒരു വെലോസിറ്റിയാണ് ഞാൻ കൊടുത്തത്, ഇനിഷ്യൽ വെലോസിറ്റി. യു എന്ന് പറയുന്ന ഇനിഷ്യൽ വെലോസിറ്റി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു വെക്ടറാണ്. അതാ ഇങ്ങനെ ഒരു വെക്ടറാണ്. ഈ വെക്ടറിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. ഇതാ ഇങ്ങനെ എക്സ് കമ്പോണൻറ്റ്, ഇങ്ങനെ വൈ കമ്പോണൻറ്റ്. ഈ എക്സ് കമ്പോണൻറ്റിനെ ഞാൻ കോസിൻ്റെ ടേംസിലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. കോസിൻ്റെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് അല്ലെങ്കിൽ റിസോൾവ് ചെയ്ത് രണ്ടായിട്ട് എടുക്കാം, രണ്ടായിട്ട് റിസോൾവ് ചെയ്ത് എഴുതാം. എക്സ് കമ്പോണൻറ്റിനെ യു കോസ് തീറ്റ എന്നും വൈ കമ്പോണൻറ്റിനെ യു സൈൻ തീറ്റ എന്നും എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ വേറൊന്നുമില്ല, ഇത് യു ആണ്. യുവിന് ഇങ്ങനെ ഇരിക്കുന്ന യുവിന്
അതിൻ്റെ എക്സ് കമ്പോണൻ്റ് യു കോസ് തീറ്റ, വൈ കമ്പോണൻ്റ് യു സൈൻ തീറ്റ. യു കോസ് തീറ്റയും യു സൈൻ തീറ്റയും കൂടി ചേർന്നാണ് യു ഉണ്ടായത്. അല്ലെങ്കിൽ യുവിനെ റിസോൾവ് ചെയ്താൽ യു കോസ് തീറ്റയും യു സൈൻ തീറ്റയും കിട്ടും. അതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ യു എന്ന ഇനിഷ്യൽ വെലോസിറ്റിനെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആയിട്ടും വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിട്ടും അല്ലെങ്കിൽ എക്സ് കമ്പോണൻ്റ് ആയിട്ടും വൈ കമ്പോണൻ്റ് വേണ്ട റിസോൾവ് ചെയ്ത് എഴുതിയിരിക്കുന്നു യു കോസ് തീറ്റ യു സൈൻ തീറ്റ. ഇത് അറ്റൈൻ ചെയ്ത മാക്സിമം ഹൈറ്റ് ആണ് എച്ച്. ഇത് ട്രാവൽ ചെയ്ത മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അതാണ് ആർ. ഈ ആറിനെ നമ്മൾ റേഞ്ച് എന്ന് പറയും. റേഞ്ച് ഓഫ് ദി പ്രൊജക്റ്റൈൽ, എന്തുമാത്രം ദൂരം അതിന് സഞ്ചരിക്കാൻ സാധിച്ചു, അതൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഇത് മിസൈൽ ടെക്നോളജിയിലുമൊക്കെ വളരെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള സംഗതിയാണ്. മിസൈലുകൾ അയക്കുക വാർഫീൽഡിലൊക്കെ. അപ്പോൾ ഈ റേഞ്ച് എത്ര കിട്ടുമെന്ന് കണക്കാക്കി എവിടെയാണ് ചെന്ന് വീഴേണ്ടതെന്ന് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് വേണം മിസൈൽ അയക്കാനായിട്ട്. അപ്പോൾ ഈ റേഞ്ച് ശത്രുരാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ആ റേഞ്ചിൽ ചെന്ന് വീഴാനായിട്ട് മിസൈൽ ഏത് ആംഗിളിൽ അയക്കണം, എത്ര ഇനിഷ്യൽ വെലോസിറ്റി കൊടുക്കണം എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രൊജക്റ്റൈലിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് യു എക്സ് കമ്പോണൻ്റ് യു കോസ് തീറ്റയും വൈ കമ്പോണൻ്റ് യു സൈൻ തീറ്റയുമാണെന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്, ഇതിന് ആക്ച്വലി ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഒന്നുമില്ല. ഇവിടുന്ന് യു കൊടുത്തതിന് ശേഷം പിന്നീട് അതിൻ്റെ യു കുറഞ്ഞുകൊണ്ടിരിക്കുക, വെലോസിറ്റി കുറയുക മാത്രമേ ചെയ്യുക. നമ്മൾ ഇവിടുന്ന് കൊടുത്തപ്പോഴാണ് അതിന് മാക്സിമം വെലോസിറ്റി, പിന്നീട് അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പിന്നീട് ആക്സിലറേഷൻ ഉണ്ടാവുന്നില്ല. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ 0 ആണ്. എ എക്സ് ഈസ് ഈക്വൽ ടു 0. എന്നാൽ എ വൈ അതിനെ വെർട്ടിക്കൽ ഡയറക്ഷനിൽ അതിനെ ഏത് സമയത്തും താഴോട്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നുണ്ട്. -g ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിനെ എപ്പോഴും, അതായത് ഇതിനെ ഇങ്ങനെ മുമ്പോട്ട് തള്ളിക്കൊണ്ട് പോകാനായിട്ടുള്ളത് ഇല്ല, എ എക്സ് ഇല്ല. പക്ഷേ എ വൈ ഈസ് ഈക്വൽ ടു -g ഇങ്ങനെ നമുക്ക് കാണിക്കാൻ പറ്റും. എ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിൽ അതിന് ആക്സിലറേഷൻ ഇല്ല, വൈ ഡയറക്ഷനിൽ താഴോട്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മൈനസ് ആകാനുള്ള കാരണം നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു. ഇനിഷ്യൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റുകളെല്ലാം നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കണം. ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് യു ഈ ഡയറക്ഷനിലാണ്. എ വൈ ഈസ് ഈക്വൽ ടു -g എന്നുള്ളത്, എ വൈ ഈസ് ഈക്വൽ ടു -g എന്നുള്ളത് താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനിഷ്യൽ വെലോസിറ്റിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് താഴോട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട്, അല്ലെ ഇനിഷ്യൽ മുകളിലോട്ട് എറിയുന്ന വെർട്ടിക്കലി ത്രോൺ ബോഡികളുടെ എല്ലാം ആക്സിലറേഷൻ താഴോട്ട് മൈനസ് ആയിട്ടാണ് എടുക്കുക. കാരണം ഇനിഷ്യൽ വെലോസിറ്റിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്ന എല്ലാ, അല്ലെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എടുക്കുന്ന മെഷർമെൻറ്റുകളെല്ലാം നെഗറ്റീവായിട്ട് എടുക്കണം. അതുകൊണ്ട് താഴോട്ട് ആക്ട് ചെയ്യുന്ന ജിയെ നമ്മൾ -g എന്ന് എടുക്കുക. അപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എ എക്സ് ഇസിക്കൽ ടു 0, ഇവിടെ നിങ്ങൾ ഒത്തിരി വിശദീകരിച്ചില്ലെങ്കിലും ഫിഗർ വരച്ചിട്ട് എ എക്സ് ഇസിക്കൽ ടു 0, എ വൈ ഇസിക്കൽ ടു -g എന്ന് മാത്രം പറഞ്ഞാലും മതി. ആക്സിലറേഷൻ അലോങ് എക്സ് ഡയറക്ഷൻ ഇസ് 0, ആക്സിലറേഷൻ അലോങ് വൈ ഡയറക്ഷൻ ഇസ് -g. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് 3 ക്വാണ്ടിറ്റികളാണ് കണ്ടുപിടിക്കാനുള്ളത്. ഒന്ന് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇത് ഒ എന്ന പൊസിഷനിൽ നിന്ന് ഇതിനെ പ്രൊജക്റ്റ് ചെയ്ത ഈ പ്രൊജക്റ്റൈൽ അല്ലെങ്കിൽ ഈ കല്ല് ബി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരാനായിട്ട് എന്തുമാത്രം സമയമെടുക്കും, ആ സമയത്തിൻ്റെ പേരാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ക്യാപിറ്റൽ ടി എന്ന ലെറ്റർ ഉപയോഗിച്ച് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നു. ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കണം. ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഈ ബി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ എന്തുമാത്രം സമയമെടുത്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ബി എന്ന സ്ഥലത്ത് എത്തുമ്പോൾ അത് എന്തുമാത്രം വെർട്ടിക്കൽ ഡയറക്ഷനിൽ അത് എന്തുമാത്രം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് നോക്കുക. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. വെർട്ടിക്കൽ ഡയറക്ഷനിൽ അത് ട്രാവൽ ചെയ്ത് എന്തുമാത്രമാണ്? 0 ആണ് അല്ലേ? കാരണം ഇതായിരുന്നു ഇനിഷ്യൽ വെർട്ടിക്കൽ പൊസിഷൻ ഇതായിരുന്നു, ഫൈനൽ വെർട്ടിക്കൽ പൊസിഷൻ ഇത് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ പൊസിഷന് വ്യത്യാസമൊന്നുമില്ല. ഇങ്ങോട്ട് മാറി ഇതല്ലേ വെർട്ടിക്കലായിട്ട് പോകുന്ന സ്ഥലം. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് അതിന് ഉണ്ടായിട്ടില്ല, എന്നാൽ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് S=ut + ½ എന്നുള്ള നമ്മുടെ ഇക്വേഷൻ ഇവിടെ കൊടുക്കാം. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് S എന്ന് പറയുന്നത് 0 ആണ്.
വെർട്ടിക്കൽ വെലോസിറ്റി യു സൈൻ തീറ്റ ഇൻറ്റു ടി. ഇതാ യുവിൻ്റെ സ്ഥാനത്ത് യു സൈൻ തീറ്റ കൊടുത്തു, കാരണം വെർട്ടിക്കലാണ് ഇവിടെ എടുക്കുന്ന കമ്പോണൻറ്റുകൾ. മൈനസ്, കാരണം ഈ എ എന്ന് പറയുന്നത് മൈനസ് ജി ആണ്. സോ മൈനസ് ഹാഫ് എ ടി സ്ക്വയർ, സോറി ജി ടി സ്ക്വയർ. എയുടെ സ്ഥാനത്ത് ജി കൊടുക്കണം. എസ് ഇസിക്കൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിൻ്റെ ഇക്വേഷൻ്റെ അകത്ത് എസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. കാരണം ഇവിടെ തന്നെയാണ് വെർട്ടിക്കലായിട്ട് അത് പൊങ്ങിയിട്ടില്ല മുകളിലോട്ട്, അതുകൊണ്ട് 0 എന്ന് കൊടുത്തു. യു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം വെർട്ടിക്കലാണ് എടുക്കുന്നത്. യുവിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് എടുത്തു, യു സൈൻ തീറ്റ ഇൻറ്റു ടി. ടി എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ടി എന്ന് കൊടുത്തു. ജി എന്ന് പറയുന്നത്, അല്ലെ എ എന്ന് പറയുന്നത് മൈനസ് ജി ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ പ്ലസ് മൈനസ് ആവും. ഹാഫ് ജി ടി സ്ക്വയർ. എയുടെ സ്ഥാനത്ത് മൈനസ് ജി എന്ന് വന്നു. ടി ക്യാപിറ്റൽ ടി തന്നെ. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻറ്റു ടി. ഒന്നോടെ ഒന്ന് എഴുതുന്നു മാത്രം കേട്ടോ. നേരെ എഴുതാം, ഇവിടെ ഇട കുറവായതുകൊണ്ട്. 0 ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന് കിട്ടും. ഈ യു സൈൻ തീറ്റ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ മൈനസ് എന്ന് വരും. അപ്പോൾ നമുക്ക് മൈനസ് യു സൈൻ തീറ്റ ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഈ മൈനസും വെട്ടിപ്പോവും, അല്ലെങ്കിൽ രണ്ട് സൈഡും പ്ലസ് കൊണ്ട് മറ്റേ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസ് ആവും. അപ്പോൾ നമുക്ക് പിന്നെ ഇതിനകത്ത് ഈ ടിയും വെട്ടിപ്പോവും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടി ആണ്. അപ്പോൾ ഇത് മൈനസ് മാറി 2 ഇങ്ങോട്ട് വരും. ടി അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ 2 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 2 യു സൈൻ തീറ്റ. ജി ഇതിൻ്റെ അടിയിലോട്ട് പോകും. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 2 യു സൈൻ തീറ്റ ബൈ ജി. സോ ടി ഈസ് ഈക്വൽ ടു 2 യു സൈൻ തീറ്റ ബൈ ജി എന്നെടുക്കാനായിട്ട് സാധിക്കും. നോക്കുക, ടിയും വെട്ടിപ്പോയി. ടി സ്ക്വയറിൻ്റെ ഇവിടെ 2 ടി ഉണ്ടല്ലോ, അപ്പോൾ ഒരു ടി അവിടെ ഉണ്ട്. ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. 2 ഇവിടെ വന്ന് 2 യു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 യു സൈൻ തീറ്റ. ജി ഇതിൻ്റെ അടിയിലോട്ടും പോകും. 2 യു സൈൻ തീറ്റ ബൈ ജി. ഇതാണ് ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ. ഒന്നുകൂടെ സിമ്പിൾ പറയാം. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ബിയിലെത്തിയപ്പോൾ ഇതിനുണ്ടായ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. അപ്പോൾ എസിൻ്റെ സ്ഥാനത്ത് 0 എന്ന് കൊടുത്തു. യു സൈൻ തീറ്റ. ടിയുടെ സ്ഥാനത്ത് ക്യാപിറ്റൽ ടി കൊടുക്കുന്നു. ഈ കണ്ടുപിടിക്കുന്ന ടൈം ഓഫ് ഫ്ലൈറ്റ്. എയുടെ സ്ഥാനത്ത് മൈനസ് ജി എന്ന് കൊടുക്കുന്നു. അപ്പോൾ മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന് വരും. യു സൈൻ തീറ്റ ഇസിക്കൽ ഹാഫ് ജി ടി സ്ക്വയർ. ടിയും വെട്ടിപ്പോയി. പിന്നെയുള്ള ടി നമ്മൾ കണ്ടുപിടിക്കുന്നു 2 യു സൈൻ തീറ്റ ബൈ ജി. വളരെ പ്രധാനപ്പെട്ട ഇക്വേഷനാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് 2 യു സൈൻ തീറ്റ ബൈ ജി. വേർ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത ആംഗിളാണ് തീറ്റ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ടി ഇസിക്കൽ 2 യു സൈൻ തീറ്റ ബൈ ജി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേഞ്ചാണ്. റേഞ്ച് ക്യാപിറ്റൽ ആർ. ഈ ആർ the maximum horizontal distance traveled by the projectile at a time t. ടൈം ഓഫ് ഫ്ലൈറ്റ് ടിയുടെ സമയത്ത് അല്ലെങ്കിൽ ടി ടൈം കൊണ്ട് ഇത് എന്തുമാത്രം മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, അല്ലെങ്കിൽ ആർ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസാണ് കാണേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു സംഗതിയുണ്ട്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. അല്ലെ വെലോസിറ്റി നമുക്ക് കോമൺ ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പോൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം. എഴുതിയിരിക്കുന്ന ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം എന്നാണ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം. ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇതാ യു കോസ് തീറ്റ. ഇത് വെർട്ടിക്കൽ വെലോസിറ്റി, ഇത് ഹൊറിസോണ്ടൽ വെലോസിറ്റി. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആർ. അത് കാണാൻ ഹൊറിസോണ്ടൽ വെലോസിറ്റിയെ ടൈം ഓഫ് ഫ്ലൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി.
So horizontal distance r is equal to horizontal velocity u cos theta into time of flight നമ്മളിപ്പോൾ എഴുതി 2u sin theta by g. ഇപ്പോൾ കണ്ടുപിടിച്ചില്ലേ? അതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് ഇവിടെ ടി സ്ഥാനത്ത് കൊടുക്കേണ്ട ടൈമിൻ്റെ സ്ഥാനത്ത്. സോ ആർ ഈസ് ഇക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു 2u sin theta by g. 2u sin theta by g കാണാൻ പഠിച്ച് വെക്കേണ്ട, നമുക്ക് നേരത്തെ പഴയ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി യു കോസ് തീറ്റ, അതിനടുത്ത സമയം 2u sin theta by g. ഇവിടെ നോക്കാം, ഇവിടെ ഒരു യു ഉണ്ട്, ഇവിടെ ഒരു യു ഉണ്ട്. ആ രണ്ട് യുവും കൂടെ എടുത്ത് നമുക്ക് യു സ്ക്വയർ എന്ന് എഴുതാം, കുഴപ്പമില്ലല്ലോ. യു സ്ക്വയർ ഇൻറ്റു ഈ 2 പുറത്തോട്ട് കൊണ്ട് 2 സൈൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. 2 sin theta cos theta by g. ഈ യു എടുത്ത് ഇതിൻ്റെ കൂടെ കൊടുത്ത് യു സ്ക്വയറിനാക്കി 2 sin theta cos theta, 2 sin theta cos theta. ട്രിഗണോമെട്രിയിൽ 2 sin theta cos theta is equal to sin 2 theta ആണ്. 2 sin theta cos theta is equal to sin 2 theta. കോമ്യൂണിക്കേഷനാണ്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 എന്നൊക്കെ പറയില്ലേ, എന്ന് പറയുന്ന പോലെ സാധാരണ ഒരു ട്രിഗണോമെട്രിക് റിലേഷനാണിത്. 2 sin theta cos theta is equal to sin 2 theta. അതിവിടെ കൊടുത്താൽ മതി. 2 sin theta cos theta സ്ഥാനത്ത് sin 2 theta എന്ന് കൊടുക്കുക. സോ ആർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ sin 2 theta sin 2 theta by g. ഇതാണ് മാക്സിമം റേഞ്ചിൻ്റെ ഇക്വേഷൻ. റേഞ്ച് ആർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ sin 2 theta by g. നോക്കുക, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത് ആർ ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം. ഹൊറിസോണ്ടൽ വെലോസിറ്റി യു കോസ് തീറ്റ ആണ്, ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് യു 2u sin theta by g. യു സ്ക്വയർ എടുത്തു 2 sin theta cos theta എന്ന് ഇതിനെ മാറ്റി 2 sin theta cos theta എന്ന് കിട്ടി. ആ 2 sin theta cos theta എന്ന് പറയുന്നത് sin 2 theta ആണ്. സോ ആർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ sin 2 theta by g എന്ന് നമുക്ക് കിട്ടുന്നു. ഇതാണ് റേഞ്ച്. ഇനി മാക്സിമം റേഞ്ച് യു സ്ക്വയർ sin 2 theta by g എന്നാണ് ആറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു. ആർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ഒന്നുകൂടെ എഴുതാണ്, യു സ്ക്വയർ sin 2 theta by g. ഇത് ആറാണ്. ഇനി ആർ മാക്സ് കാണണം. ആർ മാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം റേഞ്ച്. നമുക്ക് ഈ പ്രൊജക്റ്റൈലിനെ മാക്സിമം ഡിസ്റ്റൻസിലേക്ക് എങ്ങനെ അയക്കാം? നമ്മുടെ കയ്യിൽ ഉള്ള യു മാക്സിമം കൊടുക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള സംഗതി. പക്ഷേ യു നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്. നമ്മുടെ കയ്യിൽ എത്ര ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്, നമ്മുടെ ശക്തി അനുസരിച്ചല്ലേ ഇനിഷ്യൽ വെലോസിറ്റി കൊടുക്കാൻ പറ്റൂ. അപ്പോൾ പിന്നെ എന്താണ് മാർഗം ഈ മാക്സിമം റേഞ്ച് കിട്ടാനായിട്ട്? പിന്നീട് ഈ ഫാക്ടർ മാക്സിമം ആയാൽ മതി. sin 2 theta എന്ന് പറയുന്ന ഫാക്ടർ മാക്സിമം ആകുക. സൈനിൻ്റെയും കോസിൻ്റെയും ടാനിൻ്റെ എല്ലാം മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. നിങ്ങൾ ആ ടേബിൾ പഠിച്ചിട്ടുണ്ടാവും. sin 30, sin 0, sin 0 0, sin 91, cos 90 0, √3/2 എന്നൊക്കെ പറഞ്ഞവരൊന്നുമില്ലേ, 1/√2 അങ്ങനെ ഒരു ചാർട്ടുണ്ട്. ആ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സൈനിൻ്റെയും കോസിൻ്റെയും ടാൻ്റെ ഏതിൻ്റെ അടുത്താലും മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഈ ടേം 1 ആകുക എന്നുള്ളതാണ് ഈ ആറ് മാക്സിമം ആകാനുള്ള കണ്ടീഷൻ. ഈ ടേം സൈനിൻ്റെ ഈ കമ്പോണൻറ്റ് 1 ആകുക. ഇത് 1 ആകുക എന്ന് പറഞ്ഞാൽ സൈൻ 1 ആകുന്നത് sin 90ലാണ്. sin 90 ആണ് 1. sin 0 0, sin 90 1. തീറ്റ 90 ആകുക. അല്ല, തീറ്റ അല്ല, സൈൻ ഈ ആംഗിൾ മൊത്തത്തിൽ 90 ആകുക. 2 theta ഈസ് ഈക്വൽ ടു 90 ആകുക. 2 theta 90 ആകുക എന്ന് പറഞ്ഞാൽ തീറ്റ എന്താകണം? 45 ഡിഗ്രി ആകുക. തീറ്റ 45 ഡിഗ്രി ആകുക. തീറ്റ 45 ഡിഗ്രി ആയാൽ സൈനിന് മാക്സിമം വാല്യൂ കിട്ടും. കാരണം 2 × 45 90 എന്ന് അവിടെ വരും. ആ സമയത്ത് sin 2 theta വാല്യൂ 1 ആകും. അപ്പോൾ ആർ മാക്സ് എന്ന് പറയുന്നത് യു സ്ക്വയർ ബൈ ജി എന്ന വാല്യൂവിലേക്ക് വരും. ശ്രദ്ധിക്കുക, ഇവിടെ sin 2 theta 1 ആകുന്ന കണ്ടീഷൻ. അപ്പോൾ മാക്സിമം റേഞ്ച് കിട്ടും. sin 2 theta 1 ആകണമെങ്കിൽ തീറ്റ 45 ഡിഗ്രി ആവണം. 2 theta മൊത്തത്തിൽ 90 ആകണം എന്ന് പറഞ്ഞാൽ തീറ്റ 45 ഡിഗ്രി ആകണം. 45 ഡിഗ്രി ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണ് മാക്സിമം റേഞ്ച് കിട്ടുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. 45 ഡിഗ്രി ആംഗിളിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണ് മാക്സിമം റേഞ്ചിലേക്ക് എത്തുന്നത്. ഒരു പ്രൊജക്റ്റൈൽ മാക്സിമം ദൂരം പോകണമെങ്കിൽ 45 ഡിഗ്രി ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്യണം.
അപ്പോൾ നമ്മളൊരു ജാവലിൻ ത്രോ എറിയുന്നു, വേറെ ഒന്നും ആലോചിക്കേണ്ട, നമ്മുടെ ഇത്രയും വെലോസിറ്റിയേ ഉള്ളൂ, അത് മാക്സിമം അകലെ പോകുമ്പോഴാണല്ലോ ഫസ്റ്റ് കിട്ടുന്നത്. മാക്സിമം അകലെ പോകാൻ 45 ഡിഗ്രി ആംഗിൾ പ്രൊജക്റ്റ് ചെയ്താൽ മതി, മാക്സിമം റേഞ്ച് കിട്ടും. ലോങ് ജമ്പ് ചാടുന്നു, 45 ഡിഗ്രി ആംഗിളിൽ ചാടിയാൽ മതി. അതാണ് അവർ പ്രാക്ടീസ് ചെയ്ത് നേടുന്നത്. ആ ആംഗിളിൽ ചാടാനുള്ള, ആ ആംഗിൾ കറക്റ്റ്, ഏറ്റവും നന്നായിട്ട് കറക്റ്റ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 45 ഡിഗ്രി ആവുകയും ഇനിഷ്യൽ വെലോസിറ്റി മാക്സിമം കൊടുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ആളാണ് ഫസ്റ്റ് ആവുന്നത്. കുറേ ഇനിഷ്യൽ വെലോസിറ്റി കൊടുക്കാനുള്ള ആരോഗ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ചാടുന്ന ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ഒരു മിസൈൽ വിടുമ്പോഴാണ്. ഇനിയിപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ ഓസിനകത്ത് വെള്ളം ഒഴിക്കുമ്പോൾ അത് നോക്കിയാൽ മതി. ഓസിനകത്ത് വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെ പയ്യെ ചരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാക്സിമം റേഞ്ച്, മാക്സിമം അകലയിലേക്ക് പോകുന്നത് ഏത് ഡിഗ്രിയിലാണെന്ന് നമുക്ക് തന്നെ നോക്കി കണ്ടുപിടിക്കാം. 45 ഡിഗ്രി ആംഗിളിലാണ് മാക്സിമം റേഞ്ച് നമുക്ക് കിട്ടുക. Rmax = u²/g. ഇതാണ് റേഞ്ചിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി മാക്സിമം ഹൈറ്റ്. h. ഈ മാക്സിമം വെർട്ടിക്കൽ ഹൈറ്റ് ഒരു പ്രൊജക്റ്റൈൽ അറ്റൈൻ ചെയ്ത വെർട്ടിക്കൽ ഹൈറ്റിൻ്റെ ഇക്വേഷൻ അത് കണ്ടുപിടിക്കണം. മാക്സിമം വെർട്ടിക്കൽ ഹൈറ്റ് എത്ര മാത്രമുണ്ട് എന്ന് നമുക്കറിയാം. മാക്സിമം പൊസിഷനിൽ, വെർട്ടിക്കൽ പൊസിഷനിൽ അതിന് വെലോസിറ്റി 0 ആണ്, ഫൈനൽ വെലോസിറ്റി 0 ആണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് അതിന് ഫൈനൽ വെലോസിറ്റി 0 ആണ്. വെർട്ടിക്കൽ വെലോസിറ്റി മാക്സിമം, ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി, സോ ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി, വെർട്ടിക്കൽ വെലോസിറ്റി അതായത് u sin θ. ഫൈനൽ വെർട്ടിക്കൽ വെലോസിറ്റി 0. ഇവിടെ വരുമ്പോൾ അതിന് വെലോസിറ്റി 0, അതുകൊണ്ടാണല്ലോ താഴെ പോരുന്നത്. വെലോസിറ്റി തീർന്നു, മുകളിലോട്ട് പോകാനുള്ള വെർട്ടിക്കൽ വെലോസിറ്റി തീർന്നു. വെർട്ടിക്കൽ ഇങ്ങനെ പൊങ്ങി പോകുമ്പോൾ അതിന് വെർട്ടിക്കലായിട്ടുള്ള വെലോസിറ്റി കുറേശ്ശെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഇങ്ങനെ പൊങ്ങി ഇവിടെ വരെ ചെയ്യുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ വെർട്ടിക്കൽ വെലോസിറ്റി എല്ലാം തീർന്നു. ഇനിയിപ്പോൾ അതിന് താഴോട്ട് പോരുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വെർട്ടിക്കൽ വെലോസിറ്റി 0 ആയി. ഇനി നമ്മൾ ഇക്വേഷൻ്റെ അത് സപ്ലൈ ചെയ്താൽ മതി. v² = u² + 2as എന്ന ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഓഫ് മോഷൻ്റെ അകത്ത് ഇക്വേഷൻ. അപ്പോൾ v എന്ന് പറയുന്നത് 0 ആണ്, ഫൈനൽ വെലോസിറ്റി 0. 0 = u² എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി u sin θ, u sin θ സ്ക്വയർ. പ്ലസ് എന്നുള്ളതിന് മൈനസ് വരും, കാരണം a - g ആണല്ലോ. നമ്മൾ തുടക്കം വരെ പറഞ്ഞു a/y - g ആണെന്ന്. -2g. s എന്നുള്ളതിന് വെർട്ടിക്കൽ ഹൈറ്റ്, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ കാണുന്നത്, h. നമുക്ക് എസ്സിന് വരെ h എന്ന് കൊടുക്കാം. ഈ h ആണ് കണ്ടുപിടിക്കേണ്ടത്. u sin θ² എന്നുള്ളത് u² sin² θ എന്ന് എഴുതാമല്ലോ. എന്നിട്ട് ഈ ടൈമിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. അപ്പോൾ രണ്ട് സൈഡിലും മൈനസ് ആയതുകൊണ്ട് രണ്ട് സൈഡും പ്ലസ് ആവും എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ മൈനസ് ആവും. വീണ്ടും ഞാൻ എഴുതി കാണിക്കേണ്ട കാര്യമില്ല. ഈ ടൈം ഇപ്പുറത്തോട്ട് വരുമ്പോൾ മൈനസ് ആവും. ഇവിടെ മൈനസ്, ഇവിടെ മൈനസ്, അതുകൊണ്ട് രണ്ട് ടൈമും പ്ലസ് ആവും. അപ്പോൾ ഇതിനെ സ്ക്വയർ ചെയ്ത് എഴുതിയാൽ u² sin² θ = 2gh എന്ന് കിട്ടും. ഹെൻസ് h ഇതിൻ്റെ അടിയിലോട്ട് 2g പോവും. h അല്ലേ കണ്ടുപിടിക്കണ്ടേ, 2g ഇതിൻ്റെ അടിയിലോട്ട് പോവും. u² sin² θ / 2g എന്ന് കിട്ടും. ഇതാണ് മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ. അപ്പം നമ്മൾ ഒരു പ്രൊജക്റ്റൈൽ, ഇവിടുന്ന് പ്രൊജക്റ്റ് എന്നോട് പറയണോ? ഓക്കെ, പറയാം. ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി u sin θ ആണ്. ഫൈനൽ വെർട്ടിക്കൽ വെലോസിറ്റി 0 ആണ്. മുകളിലോട്ടുള്ള വെലോസിറ്റി ഫൈനൽ ഇവിടെ വരുമ്പോൾ 0 ആകുമ്പോഴാണ് താഴെ പോരുന്നത്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇൻ ദി ഇക്വേഷൻ ഓഫ് മോഷൻ v² = u² + 2as. നിങ്ങൾ ചിലപ്പം vt² = v0² + 2as എന്നായിരിക്കും അവിടെ എഴുതിയേക്കുന്നത് കേട്ടോ. അത് രണ്ടും എല്ലാം തുല്യ. ഇനിയിപ്പോൾ ഈ വിയുടെ സ്ഥാനത്ത് ഫൈനൽ വെലോസിറ്റി കൊടുത്തു. ഫൈനൽ വെലോസിറ്റി 0 ആണ്. 0 = u², ഇനിഷ്യൽ വെലോസിറ്റി u sin θ² - 2gh. എയുടെ സ്ഥാനത്ത് -g കൊടുത്തു, അപ്പോൾ -2gh. എസിൻ്റെ സ്ഥാനത്ത് h എന്ന് കൊടുത്തു. ഈ h ഇതല്ലേ കണ്ടുപിടിക്കട്ടെ. ഇനി നമ്മൾ ഈ
അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി ഇക്വേഷൻ. അപ്പോൾ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 2gh എന്ന് പറഞ്ഞു. h ഈസ് ഈക്വൽ ടു 2g ഇതിൻ്റെ അടിയിലോട്ട് പോയി. അപ്പോൾ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g എന്ന് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെയാണ് പ്രൊജക്റ്റൈലിൻ്റെ 3 ഇക്വേഷൻസ്. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ചോദിക്കുന്നതാണ്. നിർബന്ധമായിട്ട് എഴുതി പഠിക്കണം. ഈ പടം വരയ്ക്കാനായിട്ട് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അത് എഴുതി ഏറ്റവും ഷോർട്ടായ രീതിയിൽ എഴുതി പഠിക്കണം. നോട്ട്സ് ഞാൻ അയച്ചിട്ടുണ്ട്. പ്രൊജക്റ്റൈൽ മോഷൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ, അതുപോലെ റേഞ്ചിൻ്റെ ഇക്വേഷൻ, മാക്സിമം റേഞ്ചിൻ്റെ ഇക്വേഷൻ, മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രദ്ധയോടെ എഴുതി പഠിക്കുക. ഓക്കെ, താങ്ക് യു.